ഇനി നമ്മളിവിടെ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതുകയാണ്. അതായത് നമുക്കൊരു സിറ്റുവേഷൻ വന്നു, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതണം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ എഴുതി എന്നിട്ട് ഡ്രാഗ് ചെയ്ത് നോക്കി. അപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ എയും ബിയും കൂടി എഴുതിയിട്ട് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്കി. അപ്പോൾ എന്താ താഴെ വരുന്നത്? എ ബി എന്ന് തന്നെ താഴത്തോട്ട് വരണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുകയാണ്. ഫസ്റ്റ് റോയിൽ എ എഴുതി, സെക്കൻഡ് റോയിൽ = CHAR CHAR ഓപ്പൺ ബ്രാക്കറ്റ് കോഡ് COD കോഡ് ഓപ്പൺ ബ്രാക്കറ്റ്. ആ ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലോസ് ബ്രാക്കറ്റ് +1 അല്ലേ, AB. അപ്പോൾ +1 ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. അപ്പോഴത്തേക്കും നമുക്ക് AB വന്നു. ഇതേ ഫോർമുല നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ABCD വന്നു. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന Z വരെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സിമ്പിൾസ് ആയിരിക്കും ഇത് വരുന്നത്. സിമ്പിൾസ് താഴത്തോട്ട് വരാനുള്ള കാരണം നമ്മൾ കോഡിനെ ബേസ് ചെയ്ത് ഒരു ക്യാരക്ടർ